So hi all, it's me Muhammad Najib Nazar again. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ 23ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ തന്നെ ഞങ്ങൾ തംബ്നെയിലും കാര്യങ്ങൾ കണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ഒരു പിടികിട്ടി കാണും. CPR പല ടൈമിലായിട്ട് പല തവണയായിട്ട് പല പല എപ്പിസോഡിലായിട്ട് പല പല ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും പല പല സ്ട്രാറ്റജീസ് പറഞ്ഞപ്പോഴും ഓരോ ട്രെൻഡ് പറയുമ്പോഴും മൂവിങ് ആവറേജസ് പറയുമ്പോഴും എപ്പോഴും ഞാൻ പറയുന്നൊരു ഇൻഡിക്കേറ്ററാണ്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ CPR ആണ്. അതുമായിട്ട് ക്ലബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പോണെങ്കിലും അതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. CPR എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കണക്ക് ഷെയർ മാർക്കറ്റിൽ എന്നെ പേഴ്സണലി എൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കിതൊരു തൃശ്ശൂർ പൂരം പോലെയാണ് സത്യം പറഞ്ഞാൽ CPR. അപ്പോൾ അത് നമ്മൾ ഇന്നൊരു ഒരു 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 എന്താ പറയുക, ഒരു കമ്പിത്തിരി വെച്ചൊന്ന് കൊളുത്തി വെക്കുന്നത് മാത്രം വിചാരിച്ചാൽ മതി. ഒരു തുടക്കം, CPRൻ്റെ ഒരു തുടക്കം, ഈ ഒരു തുടക്കം കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു എഫക്റ്റീവ്നെസ്സും കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ ഒരു സെഗ്മെൻറ്റേ കവർ ചെയ്ത് തീരാറാവുന്നേ ഉള്ളൂ ഇക്വിറ്റി. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടെ സംസാരിച്ചതിന് ശേഷം ഏതൊക്കെ തരത്തിലുള്ള CPR ടെക്നിക്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ CPR സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്, അതിൽ തന്നെ ഓരോരോ CPR മാറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് അസെൻഡിങ് CPR ഡിസെൻഡിങ് CPR അല്ലെങ്കിൽ അതുപോലെ ഒരു വൈഡ് ആണെങ്കിലും നാരോ ആണെങ്കിലും ഇത്തരത്തിലുള്ള CPR ഒക്കെ വരുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിലെങ്ങനെയാണ് ഞാൻ പ്രൈസ് ആക്ഷനായിട്ട് ക്ലബ് ചെയ്യുന്നത്, എങ്ങനെ ഞാൻ അതിനകത്ത് മൂവിങ് ആവറേജ് ക്ലബ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ അതിനുശേഷം ഈ കാര്യങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസ് കാര്യങ്ങളും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള അതിൻ്റെ സെഗ്മെൻറ്റ്സ് രണ്ടും കവർ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ഇന്ന് നമ്മളിപ്പോൾ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് പഠിച്ചു, നാരോ റേഞ്ച് ബ്രേക്കൗട്ട് പഠിച്ചു. ഇത് പഠിച്ചു കഴിയുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്രേക്കൗട്ടുകൾ പഠിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ഫോൾസ് ബ്രേക്കൗട്ട് വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഫോൾസ് ബ്രേക്കൗട്ട് മനസ്സിലാവാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ CPR എപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിവറ്റ് പോയിന്റ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോഴും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞാണ് പിവറ്റ് പോയിന്റ്സിനെ പറ്റി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല, നമുക്കത് സംസാരിക്കാമെന്ന്. അപ്പോൾ ഒരു തുടക്കമെന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് എന്താണ് CPR എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മളിപ്പോൾ ഒന്ന് തുടങ്ങി വെക്കുന്നു. എന്താണ് CPR എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. അതും ബാക്കിയുള്ള ആൾക്കാർ പറയുന്നവരെ കുറച്ച് പിവറ്റ് പോയിന്റ്സ് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ ഒരു ബേസ് എന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തന്നെ പറഞ്ഞു. എന്താണ്, കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് കണ്ടിട്ട് വരിക, അതും ഓർഡറിൽ തന്നെ കണ്ടിട്ട് വരിക. എസ്പെഷ്യലി ബേസ് കാര്യങ്ങൾ നിങ്ങൾ ക്ലബ് ചെയ്ത് മിക്സ് ചെയ്ത് കാണാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അത് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ കണ്ടോ. പക്ഷേ ബേസ് കാര്യങ്ങൾ എപ്പോഴും ഒരു ഓർഡറിൽ കണ്ടുവരിക. അതിനകത്ത് ഞാനിപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്ന എൻ്റെ ഒരു ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. എന്നാലും ഞാൻ പറയാണ്, ആദ്യത്തെ 1, 2, 3 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് എങ്ങനെ ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്ത ക്യാമറയാണ്, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. പിന്നെ സംസാരമായാലും കുറച്ചൊക്കെ ക്ലാരിറ്റി ഇല്ലാന്നൊരു വിഷയങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 3 എപ്പിസോഡ് നിങ്ങളെല്ലാവരും ഒന്ന് സഹിച്ച് ഒന്ന് കാണുക. പക്ഷേ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസ് കാര്യങ്ങൾ ഞാൻ അതിനകത്താണ് പറയുന്നത്. പക്ഷേ ഇനി അത് മാറ്റി നല്ല ക്ലാരിറ്റിയോടെ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് ഞാൻ എന്തായാലും അത് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമുക്കിതെല്ലാം ചെയ്യണമെങ്കിൽ വേണ്ടുന്നത് ഒരു ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ടാണ്. അത് സ്റ്റാർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അത് അപ്സ്റ്റോക്സോ സെറോദോ നിങ്ങൾ ഇഷ്ടമുള്ള ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അപ്പോൾ ഏതിൽ ചെയ്യാനാണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കുന്നത് അപ്സ്റ്റോക്സിൻ്റെ സെറോദയാണ്. അത് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രോക്കേഴ്സ് വേണമെങ്കിൽ അങ്ങനെ തുടങ്ങാം. ഏതായാലും നിങ്ങൾ ഇഷ്ടം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതെല്ലാവരും ആദ്യം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ CPR, സെൻട്രൽ പിവറ്റ് റേഞ്ച്. അതിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, അപ്പോൾ CPR അതാണ് നമ്മുടെ വിഷയം. എൻ്റെ ഫേവറേറ്റ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡിക്കേറ്റർ, എങ്ങനെ വേണോ ഇതിനെ പറയാം. അപ്പം എനിക്ക് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ പേഴ്സണലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും നമ്മൾ നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സഹായമാകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കത്തില്ലേ, വയ്ക്കും. മനുഷ്യരാണെങ്കിൽ എന്തായാലും വയ്ക്കും. അപ്പോൾ അത്തരത്തിൽ എൻ്റെ ട്രേഡിംഗ് കരിയറിൽ, എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് CPR എന്ന് പറയുന്നത്.
അപ്പം അതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതൽ ലെക്ചർ അടിച്ചങ്ങ് ബോറാക്കുന്നില്ല. കാര്യം നമ്മൾ എന്തായാലും ഇതിനെപ്പറ്റി മൊത്തം ഒന്നും പറയാൻ പോകുന്ന ഒരു വെബിനാറൊന്നും അല്ലല്ലോ ഇത്, ജസ്റ്റ് ഒരു തുടക്കം ഇട്ട് വെക്കുകയല്ലേ. അപ്പോൾ എന്താണ് CPR എന്നുള്ള കാര്യം ആദ്യം ഞാനൊരു നമ്മൾ എപ്പോഴത്തെയും പോലെ ഒരു 3-4 സ്ലൈഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്കിത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. CPR സെൻട്രൽ പിവറ്റ് റേഞ്ച്, അതാണ് നമ്മുടെ ടോപ്പിക്ക്. പക്ഷെ നമ്മൾ അതിന് മുന്നേ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യവും ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് പിവറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബിഫോർ അണ്ടർസ്റ്റാൻഡിങ് CPR ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് പിവറ്റ്. എന്താണ് പിവറ്റ് എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വെർഷനാണ് നമ്മുടെ CPR എന്ന് പറയുന്നത്. അതായത് പിവറ്റ് ഇപ്പോൾ ദുൽഖർ സൽമാൻ ആണെങ്കിൽ നമ്മുടെ CPR എന്ന് പറയുന്നത് മമ്മൂക്ക. ഇനി മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും തമ്മിൽ ഒരു വിഷയം വേണ്ട. ഈ പറയുന്നത് പോലെ പിവറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ നമ്മുടെ CPR എന്ന് പറയുന്നത് മോഹൻലാൽ. അത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് പിവറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. The meaning of the pivot is turn around or reverse. ആദ്യം നമുക്കിതൊന്ന് വായിക്കാം. Pivots mark boundaries on your chart where price likely to have support and resistance which offers you a framework to trade on. Okay. Pivots does not change as you change your time frame. Pivots are purely derived by price. Pivots are leading indicators. Okay. ഇത്രയും അവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ് പിവറ്റ് എന്ന് പറഞ്ഞാൽ. പിവറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് ഞാനത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് കംപ്ലീറ്റ്ലി പ്രൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവമാണ് പിവറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ബാക്കിയുള്ള അതുപോലെ അതൊരു ലീഡിങ് ഇൻഡിക്കേറ്റർ ആണ്. നമുക്ക് ഇന്ന് വേണമെങ്കിൽ നാളത്തെ പിവറ്റ് പോയിന്റ് എവിടെയാണെന്ന് നമുക്ക് ഇന്നേ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പം ഈ അങ്ങനെ കണ്ടുപിടിച്ചുള്ള ഗുണം എന്താണ്? ആദ്യം ഞാൻ എഴുതിയ സെന്റൻസ് നിങ്ങൾ എല്ലാവരും വായിച്ചായിരുന്നല്ലോ. പിവറ്റ് മീൻസ് ടേൺ അറൗണ്ട് ഓർ റിവേഴ്സ്. എവിടെ മാർക്കറ്റ് തട്ടി അവിടെ നിന്ന് റിട്രേസ് ആവാനോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് നടത്താനോ അല്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് ആവാനോ സാധ്യതയുള്ള പോയിന്റ് എവിടെയെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ അത് ഭയങ്കര ഒരു ഉപകാരമല്ലേ. അപ്പോൾ ആ ഒരു റിവേഴ്സ് ആവുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ പഠിച്ച നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൂവിങ് ആവറേജസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതും കൂടെ ആയിട്ടൊക്കെ ചെറുതായിട്ട് ക്ലബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എവിടെ വെച്ചാണോ ഒരു ബ്രേക്ക് ഔട്ട് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ റിവേഴ്സ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒരു പിവറ്റിൻ്റെയും കൂടെ സഹായം ഉണ്ടെങ്കിൽ വളരെ ഹൈ പ്രോബബിൾ ആയിട്ട് നമുക്കൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്കും അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ അവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്ക്, നിങ്ങൾ അതൊന്ന് കാണുക. കാര്യം അതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ പിവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിവറ്റ് എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് ഓർ റിവേഴ്സ്, എവിടെയെങ്കിലും എത്തിയിട്ടൊന്ന് റിവേഴ്സ് ആവാൻ സാധ്യതയുള്ളൊരു സ്ഥലം. അപ്പം ഇപ്പോൾ ബയ്യേഴ്സ് ആണ്, ഒരു അപ് ട്രെൻഡ് ആണ്, അപ് ട്രെൻഡ് എത്തി ഇങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലം എത്തുമ്പോൾ ഓക്കെ അവിടെ സെല്ലേഴ്സ് ഇനിഷ്യേറ്റ് ആവാൻ താല്പര്യം അല്ലെ സെല്ലേഴ്സ് വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് എന്ന് നമുക്ക് മുൻകൂട്ടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു തടസ്സം പോയിന്റ്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ പിവറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഐദർ നമ്മുടെ പ്രൈസ് ഇപ്പോൾ പിവറ്റിൻ്റെ മുകളിലാണെങ്കിൽ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം, പ്രൈസ് ഇപ്പോൾ പിവറ്റിൻ്റെ താഴെയാണെങ്കിൽ അതൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ പിവറ്റിൽ തന്നെ ഒരു സെൻട്രൽ പിവറ്റ് വരും, പിന്നെ മുകളിലോട്ടുള്ള പിവറ്റുകളെല്ലാം അതിനെ റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് പറയും, താഴോട്ടുള്ള ഇതിനെല്ലാം സപ്പോർട്ട് ലെവൽ എന്ന് പറയും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്താണ്? കംപ്ലീറ്റ്ലി പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബാക്കിയുള്ള നമ്മുടെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സിനെ കണക്ക് ഇത് കഴിഞ്ഞതിന് ശേഷമല്ല അത് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മൂവിങ് ആവറേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള RSI ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല എന്നാലും MACD ആയിക്കോട്ടെ, സ്റ്റൊക്കാസ്റ്റിക് ആയിക്കോട്ടെ, ഏതൊരു കാര്യവും ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ഇൻഡിക്കേറ്റർ ആയാലും നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ 5 മിനിറ്റിൽ ഇട്ട് ഓക്കെ മൂവിങ് ആവറേജ് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. നേരെ മറിച്ച് നിങ്ങളതൊരു 30 മിനിറ്റ് ആക്കി ഓക്കെ മൂവിങ് ആവറേജിൻ്റെ പൊസിഷൻ ഒന്ന് മാറാം. നിങ്ങൾ നേരെ മറിച്ച് ഒരു 1 മണിക്കൂർ ആക്കി ഓക്കെ മൂവിങ് ആവറേജിൻ്റെ പൊസിഷൻ കുറച്ചുകൂടെ മാറാം. അതുപോലെ RSI ആയാലും സ്റ്റൊക്കാസ്റ്റിക് ആയാലും MACD ആയാലും ഇതെല്ലാം അങ്ങനെ സംഭവിക്കാം. അതായത് ക്യാൻഡിൽസ് മാറുന്നതിനും ടൈം ഫ്രെയിം മാറുന്നതിനനുസരിച്ച് ഇതെല്ലാം ചേഞ്ച് ആവാം. പക്ഷേ പിവറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ടൈം ഫ്രെയിം ആക്കി നോക്കിയാലും അളിയൻ അവിടുന്ന് ചലിക്കത്തില്ല, കല്ല് പോലെ നിൽക്കും, വളരെ സ്റ്റാഗ്നൻ്റ് ആണ് പിവറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് അതെപ്പോഴും അതേ പോയിന്റ് ആണ്. അതായത് പിവറ്റ് പോയിന്റ്സ് കാണിച്ചു തരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അതൊരു റെസിസ്റ്റൻറ്റ് ലെവലാണ്. കംപ്ലീറ്റ് അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും അതിൻ്റെ പിന്നാമ്പുറം ഒന്നും നമ്മൾ പോകണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ വെച്ച് സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ 5 മിനിറ്റ് മാറ്റി 10 മിനിറ്റ് ആക്കി മാറ്റുമ്പോഴത്തേക്ക് ഈ പിവറ്റ് പോയിന്റ് ഇവിടുന്ന് മാറി വേറെ അങ്ങോട്ടും പോയി മാറാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് അത് ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ടൈം ഫ്രെയിം മാറിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് പിവറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ CPR? നമ്മൾ പിവറ്റ് പോയിന്റ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഫുള്ള് CPR ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ CPR? CPR is nothing but a range of 3 lines, one each
above and below the central pivot, the line above central pivot called top CPR and the line underneath is bottom CPR. സിംപ്ലി പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ പിവറ്റ് പോയിന്റ് എന്താണെന്ന് പഠിച്ചില്ലേ? ഈ പിവറ്റ് പോയിന്റിന്റെ മുകളിലും താഴെയും ഒരു ലൈൻ വരും, അല്ലെങ്കിൽ ഒരു 3 ലൈനുള്ള പിവറ്റ് പോയിന്റ്, അതാണ് CPR എന്ന് പറയുന്നത്. അതിനകത്ത് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് സെൻട്രൽ പിവറ്റ്, മുകളിലത്തത് ടോപ്പ് പിവറ്റ്, താഴത്തത് ബോട്ടം പിവറ്റ്. ഇങ്ങനെ ഒരു 3 ലൈൻ ആയിരിക്കും. അല്ലാതെ പിവറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും. CPR എന്ന് പറയുമ്പോൾ അവിടെ ഒരു 3 ലൈൻസ് കാണും. ഇനി നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ വേണ്ട, ഞാനത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ചെയ്യാൻ ചാർട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ചാർട്ടിലല്ല, അടുത്ത സ്ലൈഡിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് കാണാം നമുക്ക് ജസ്റ്റ്. അപ്പോൾ ഇത് യൂഷ്വലി പിവറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, CPR എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇത് അവിടെ നിൽക്കട്ടെ, CPR അവിടെ നിൽക്കട്ടെ. പിവറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ മുൻകൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഇതാണ് സെൻട്രൽ പിവറ്റ്. ഞാനിപ്പോൾ മുകളിലോട്ട് കുറച്ച് ക്രോപ്പ് ചെയ്യുന്നുള്ളൂ. ഇതേപോലെ ഇപ്പം മുകളിലോട്ടുള്ള റെസിസ്റ്റൻറ്റ് 1, റെസിസ്റ്റൻറ്റ് 2, റെസിസ്റ്റൻറ്റ് 3, ഇത് 3 നിങ്ങൾക്ക് കാണാം. അതുപോലെ താഴോട്ട് S1, S2, S3 അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ക്രോപ്പ് ചെയ്ത് ഇത്ര ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പിവറ്റ് കണ്ടോ, ഈ ഒരു ഒറ്റ ലൈനായിരിക്കും പിവറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് CPRൽ വന്നാൽ ഈ കാണുന്ന 3 ലൈനില്ലേ, ഇതാണ് CPR എന്ന് പറയുന്നത്. വിച്ച് മീൻസ് നടുക്കത്തത് സെൻട്രൽ പിവറ്റ്, മുകളിലത്തത് ടോപ്പ് പിവറ്റ്, താഴത്തത് ബോട്ടം പിവറ്റ്. അപ്പോൾ ഇങ്ങനെ 3 എണ്ണം വരുന്ന പിവറ്റ് പോയിന്റ്സിനെയാണ് നമ്മൾ CPR എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ റെഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് കേട്ടോ, അതെന്ന് പറയുന്നതാണ് റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതായത് ആസ് ലൈക്ക് നമ്മൾ ഇവിടെ എന്താണോ കണ്ടത് അതുപോലെ തന്നെയാണ് റെസിസ്റ്റൻറ്റ് 1, റെസിസ്റ്റൻറ്റ് 2, പിന്നെ മുകളിലോട്ട് റെസിസ്റ്റൻറ്റ് 3 ഉണ്ട്. ഇത് സപ്പോർട്ട് 1, സപ്പോർട്ട് 2. അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുമ്പോഴേ അതായത് നമുക്ക് എവിടുന്നേലും ബയേഴ്സ് വരാൻ സാധ്യതയുള്ള സ്ഥലമായിട്ടാണ് ഞാനത് പച്ച കളറിൽ കൊടുത്തേക്കുന്നത്. റെസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെല്ലേഴ്സ് വരുന്ന സ്ഥലമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചുവപ്പ് കളറിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് CPRൽ ഞാൻ കൊടുത്തേക്കുന്ന കളറാണ്. ഇതിന് പുറമെ നിങ്ങൾ വേറെയും കുറേ വരകൾ കാണുന്നില്ലേ, ഇവിടെ 2 നീളത്തിലുള്ള ബ്ലാക്ക് ലൈൻ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കുത്ത് ഇവിടെ ഒരു കട്ടിക്ക് ബ്ലാക്ക് ലൈൻ കാണുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല CPRൽ. പക്ഷേ ഈ പിവറ്റ് പോയിന്റ്സ് ഒന്നും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതെന്ന് പറഞ്ഞാൽ വീക്ക്ലി പിവട്ടാണ്, ഒരാഴ്ചത്തെ പിവട്ടാണ്. പിന്നെ ഈ 2 ബ്ലാക്ക് ലൈൻ കണ്ടോ, ഇത് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ. ഇതൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇനി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് പിവറ്റ്, ഇതാണ് CPR. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് CPR ആണ്. പിവറ്റ് പോയിന്റ്സിലുപരി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് CPR ആണ്. അത്രയും മാത്രം നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ CPR കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ പറയാം. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഞാൻ കംപ്ലീറ്റ്ലി ആദ്യമേ പറയാണ്, ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇതിൻ്റെ കാൽക്കുലേഷനോ അയ്യോ ഇതിൻ്റെ അൽഗോരിതം എന്താണ്, മറ്റേതെന്താണ്, മറിച്ച് എന്താണ്, അയ്യോ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിയിട്ട് വേണം നമ്മളിനി പിറ്റേത്തെ അവസ്ഥ കണ്ടുപിടിക്കുക, അത്തരത്തിലുള്ള ഒരു ചിന്തയും വേണ്ട. നമ്മൾ ചാർട്ടിൽ പോയിട്ട് ഈസി ആയിട്ട് അവിടെ CPR എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കണക്കിന് നമുക്ക് സാധനങ്ങളെല്ലാം ചാർട്ടിൽ വന്നോളും. ഇത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ശക്തമെന്ന് പറയുന്നത്, അതായത് പ്രൈസ് എപ്പോഴും ഞാൻ പറയില്ലേ, ബയേഴ്സും സെല്ലേഴ്സും ഒരുപാട് കണക്ഷൻ ഉണ്ട്. അതുപോലെ തലേന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസവും തമ്മിൽ നല്ല കണക്ഷനാണ്. കാര്യം എന്തായിരിക്കും സ്വാഭാവികമായിട്ട് നടക്കുന്നത്, ഇന്നലെ ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ നടന്നു, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കത്തില്ല ഇന്നത്തെ മൂവ്മെന്റ്, ഇന്നത്തെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കത്തില്ല നാളത്തെ മൂവ്മെന്റ്. അപ്പം ഈ CPR എന്ന് പറയുന്നത് ഹൈലി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത് തൊട്ട് മുമ്പത്തെ ദിവസത്തെയാണ്. നമ്മൾ ഡേ പിവട്ട് ആണെങ്കിൽ, വീക്ക്ലി പിവട്ട് ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ ആഴ്ച, മന്ത്ലി പിവട്ട് ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ മന്തിലെ, ഇയർലി പിവട്ട് ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷത്തിലെ. പക്ഷേ ഇയർലി പിവട്ട് വിട്ടുതരാം, പക്ഷേ വീക്ക്ലി പിവട്ട്, മന്ത്ലി പിവട്ട് ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ ഇനി അടുത്ത സീരീസ് വരുമ്പോൾ നമ്മൾ പഠിക്കും. പക്ഷേ ഇപ്പം നമുക്ക് ജസ്റ്റ് ആ ഒരു കാൽക്കുലേഷൻ ഒന്ന് മനസ്സിലാക്കാം. അതെന്തുകൊണ്ടാണ് CPR ഇത്ര എഫക്റ്റീവ് ആവുന്നത് നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ CPRലെ നടുക്ക് പറഞ്ഞ പിവട്ടില്ലേ, അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രീവിയസ് ഡേയുടെ ആണ് കേട്ടോ. ഞാനിവിടെ എഴുതാൻ മറന്നുപോയതാണ്, പ്രീവിയസ് ഡേയുടെ ആണ്. പ്രീവിയസ് ഡേ ഹൈ പ്ലസ് പ്രീവിയസ് ഡേ ലോ പ്ലസ് പ്രീവിയസ് ഡേ ക്ലോസ് ബൈ 3. അതായത് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും കൂടുതൽ ഹൈ ആയത് പ്ലസ് ഏറ്റവും ലോ പോയ പോയിന്റ് പ്ലസ് എവിടാണോ ക്ലോസ് ചെയ്ത് അതേ ഡിവൈഡഡ് ബൈ 3. അതാണ് സെൻട്രൽ പിവട്ട് എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസത്തെ ഓൾമോസ്റ്റ് ആവറേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ BCPR ബോട്ടം സെൻട്രൽ പിവട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈ പ്ലസ് ലോ ബൈ 2. അതായത് കഴിഞ്ഞ ദിവസത്തെ ഹൈ പ്ലസ് കഴിഞ്ഞ ദിവസത്തെ ലോ ബൈ 2. ടോപ്പ് CPR എന്ന് പറഞ്ഞാൽ നമുക്ക് പിവട്ടും കിട്ടിക്കഴിഞ്ഞു, ബോട്ടം CPRും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ടോപ്പ് CPR എന്ന് പറഞ്ഞാൽ ഇതേ മൈനസ് ഇതേ പ്ലസ് എന്താണോ ഇത്, അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ജസ്റ്റ് ഇതിന്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞില്ല, ഇത് വേറെ ഒന്നും മനസ്സിലാക്കാനല്ല. ആ പ്രീവിയസ് ഡേ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് CPRൽ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ പറഞ്ഞതാണ്. ഇതെല്ലാം പ്രീവിയസ് ഡേയുടെ ആണ്, ഈ ഹൈയും ലോയും ക്ലോസും എല്ലാം. ഓക്കെ,
അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഓൾ ദ ഹൈ ലോ ആൻഡ് ക്ലോസ് ആർ സോറി പ്രസൻറ്റേഷൻ റെഡിയാക്കിയ സമയത്ത് എഴുതാൻ മറന്നുപോയതാണ്, സോറി കേട്ടോ, വെരി സോറി. Like this, each pivots have its own calculation, but no need to complicate it. You just learn how to use it. ഞാൻ അതിനകത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താണ്ടെ ബോട്ടം സി പി ആർ, അല്ല പിവട്ട് പോയിന്റ്, ബോട്ടം സി പി ആർ, ടോപ്പ് സി പി ആർ, ഇതുപോലെ ഈ പറയുന്ന ദാണ്ടെ റെസിസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊരു ഫോമുലയുണ്ട്, റെസിസ്റ്റൻറ്റ് 2 കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു ഫോമുലയുണ്ട്, റെസിസ്റ്റൻറ്റ് 1 കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊരു ഫോമുലയുണ്ട്, സപ്പോർട്ട് 1 കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊരു ഫോർമുലയുണ്ട്. അപ്പം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഓരോരോ ഫോമുലാസ് ഉണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും പോയി പഠിച്ച് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡോ കാര്യങ്ങളോ ഒന്നും ആക്കണ്ട. പിന്നെ ഞാൻ ഈ എഴുതിയേക്കുന്നത് നിങ്ങളൊന്ന് വായിക്കണം. No need to study. We can simply plot it on chart with the help of a charting software. For example, TradingView. അപ്പോൾ ഈ കാൽക്കുലേഷൻ ഞാൻ എന്തിനാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തൊട്ട് മുമ്പത്തെ ദിവസത്തെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ട് ഇന്നത്തെ ദിവസം. അപ്പം എന്തുമാത്രം പ്രാധാന്യം തൊട്ട് മുമ്പത്തെ ദിവസത്തിന് കൊടുത്തേക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു കാൽക്കുലേഷൻ പറഞ്ഞു തന്നത്, എത്രത്തോളം ശക്തമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ഞാൻ നിങ്ങളുടെ താഴെ എഴുതി, ഇതുപോലെ ഓരോ പിവട്ടിനും അതിൻ്റെതായുള്ള കാൽക്കുലേഷൻ ഉണ്ട്. അതുപോലെ ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? നമുക്ക് പോയി ചാർട്ടിൽ നോക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സാധാ ബ്രോക്കിംഗ് സിസ്റ്റത്തിലൊന്നും, അല്ലെങ്കിൽ നമ്മുടെ സാധാ ബ്രോക്കിംഗ് ആപ്പിലൊന്നും, ഈ പറഞ്ഞ അപ്സ്റ്റോക്സ് ആയാലും സെറോദ ആയാലും ഇതിലെല്ലാം പോയി ചാർട്ടിൽ പോയി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൽ പോയി സി പി ആർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന നമുക്ക് വേണ്ടുന്ന ഒരു സി പി ആർ നമുക്ക് കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതിന് നമ്മൾ എസ്പെഷ്യലി ഒരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇനി തൊട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം അങ്ങ് യൂസ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. അതുപോലെ നമ്മുടെ സബ് ബ്രോക്കേഴ്സിന്റെ മെയിൻ പരിപാടി എന്തുവാ? നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഓർഡേഴ്സ് എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുക, വലിയ സ്ലിപ്പേജ് വരാതെയോ, നമ്മളിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ പടപടയെന്ന് പറഞ്ഞത് പ്ലേസ് ആവുക, നമ്മളൊന്ന് എക്സിറ്റ് ആവാൻ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ പടപടയെന്ന് പറഞ്ഞാൽ അതിന് എക്സിറ്റ് ആവുക. അതായത് എത്രത്തോളം ഓർഡേഴ്സ് വലിയ സ്ലിപ്പേജ് വരാതെയും കാര്യങ്ങൾ വരാതെയും നമ്മുടെ ബ്രോക്കറേജ് ഓവറായിട്ട് പിടിക്കാതെയും, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി തരിക എന്നുള്ളതാണ് ഈ ബ്രോക്കേഴ്സിന്റെ മെയിൻ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അവിടെയാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മളൊരു ചാർട്ട് എപ്പോഴും നമ്മൾ നോക്കാൻ ഏറ്റവും ചാർട്ടിൽ കൊമ്പനായിട്ടുള്ളവൻ ആരാണോ അതിൽ നോക്കുന്നതല്ല നല്ലത്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് tradingview.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യം കിട്ടും. ഏതെങ്കിലും നിങ്ങളൊരു ഗൂഗിൾ ID വെച്ചെങ്കിൽ എൻ്റർ ചെയ്താൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനകത്ത് ആകെ ഉള്ളൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് 3 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയില്ലേ 3 ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്താൽ മതിയെന്നേ. നമ്മളങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. നമ്മൾ 3 ഇൻഡിക്കേറ്റേഴ്സ് തന്നെ യൂസ് ചെയ്താൽ മതി, ഒരുപാട് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. ഇൻ കേസ് വേണമെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ സെറോദ ആയാലും അപ്സ്റ്റോക്സ് ആയാലും നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള 3 ഇൻഡിക്കേറ്റേഴ്സിൽ ഉപരി വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചാർട്ടിൽ ഇട്ട് വെക്കാം. ഗൂഗിളിലെ 2 ടാബ് ഓപ്പൺ ആക്കി വെച്ചാൽ പോരെ. ഒരെണ്ണത്തിൽ നമ്മൾ അപ്സ്റ്റോക്സിൻ്റെ ടാബ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ, ഒരെണ്ണത്തിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ടാബ് ഓപ്പൺ ആക്കി വെക്കുന്നു. ഇത്രയേ ഉള്ളൂ. മൊബൈലിലും ഉണ്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പ്, അതുകൊണ്ട് അതും പ്രശ്നമുള്ള കേസല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മൾ ഇനി കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഇനി അതിനെപ്പറ്റി കൺഫ്യൂഷൻ അടിക്കേണ്ട. നമുക്ക് ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് CPR എന്ന് അടിച്ചാൽ തന്നെ കാര്യം വരും. ഈ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട. ഓക്കെ, എന്താണ് ഇനി ഈ CPRന്റെ ഗുണം? നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെ ആയിരിക്കും ഗുണമെന്ന് ജസ്റ്റ് എന്തായാലും ഇതൊരു ലെക്ചർ റെഡി ആണല്ലോ, അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ ആദ്യം പറയുന്നത് പോലെ കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ പ്രൈസ് മൂവ്മെന്റ്സ് ആൻഡ് സ്റ്റാഗ്നന്റ് ഫ്രം മോർണിംഗ് ടു ഈവനിങ് ഈവൻ ഇഫ് വി ചേഞ്ച് അവർ ടൈം ഫ്രെയിം. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ പോലെ നമ്മൾ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിവറ്റ് പോയിന്റ്സ് മാറാവുന്ന പോലെ CPR എവിടാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നോളും. അതുപോലെ ഒരു കൺസോൾട്ടേഷൻ ഡേയോ അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ഡേയോ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു CPRന്റെ സഹായത്തോടു കൂടിയാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു വൈഡ് CPR ആണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി 100% അല്ല ഞാൻ പറയുന്നത്, മോസ്റ്റ് പ്രോബബ്ലി സംടൈംസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും വരാം, അല്ലെങ്കിൽ സംടൈംസ് നെഗറ്റീവായിട്ടൊക്കെ സംഭവിച്ചെന്ന് വരാം. അതായത് മോസ്റ്റ് പ്രോബബ്ലി വൈഡ് CPR എന്ന് പറഞ്ഞാൽ CPR എത്രത്തോളം വലുതാവുന്നു, അതായത് നമ്മുടെ ആ ഒരു 3 ലൈൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ 3 ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വലിയ CPR വരുന്നെങ്കിൽ അത് ഒരു കൺസോളിഡേഷൻ ഡേ ആവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു ചോപ്പി മാർക്കറ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഒരു നാരോ CPR, അതായത് ആ 3 ലൈനും വളരെ തിന്നാണ്, വളരെ അടുപ്പിച്ചാണെങ്കിൽ അതൊരു ട്രെൻഡിങ് ഡേ ആവാനാണ് സാധ്യത. സോ
ഈ പറയുന്ന വൈഡ് സി പി ആറും ഈ നാരോ സി പി ആറും ആണോ എന്ന് നമുക്ക് പിറ്റേന്നല്ലേ അറിയാൻ പറ്റത്തോളം എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം. പക്ഷേ അല്ല, നമുക്ക് തലേ ദിവസം തന്നെ നാളത്തെ സി പി ആർ എങ്ങനെയാണെന്ന് മുൻകൂട്ടി അറിയാൻ പറ്റും. അതിന് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒന്നും വേണ്ട, അത് ഞാൻ പറഞ്ഞുതരാം. ഇൻഡിക്കേറ്റ്സ് ആസ് എ സ്റ്റിഫ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സാധാ സപ്പോർട്ടും റെസിസ്റ്റൻസിലുപരി ഈ സി പി ആർ എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാർക്കറ്റ് സി പി ആറിന് താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് സി പി ആറിന് താഴെയാണെങ്കിൽ ആ സി പി ആർ നല്ലൊരു റെസിസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യാനും, സി പി ആറിന് മുകളിലാണ് സ്റ്റോക്ക് പ്രൈസ് എങ്കിൽ അത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് സി പി ആർ ഹെൽപ്സ് ടു ടാക്കിൾ ദ ട്രെൻഡ് ഈസിലി. ഓക്കെ, അപ്പം ഈ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് സി പി ആർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് അതെല്ലാം കൂടെ ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റത്തില്ല. അസെൻഡിങ് സി പി ആർ ആണോ ഡിസെൻഡിങ് സി പി ആർ ആണോ, ഇതൊക്കെ നമുക്ക് ഇനി നമ്മുടെ സി പി ആറിൻ്റെ ഒരു സീരീസ് വരും നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ അസെൻഡിങ് സി പി ആറും ഡിസെൻഡിങ് സി പി ആറും ഉപയോഗിച്ച് തന്നെ നമുക്ക് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ആവാൻ പോവുകയാണോ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇനി കുറച്ച് നാളത്തേക്ക് കൺസോൾട്ടേഷൻ ആവുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി അറിയാൻ നമുക്ക് സഹായപ്രദമാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് സി പി ആർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹൈ പ്രോബബിലിറ്റി സ്ട്രാറ്റജി വെൻ ഇറ്റ് ക്ലബ് വിത്ത് 20 EMA ആൻഡ് പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ്, ഇറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്. അതായത് നിങ്ങൾ ഇത് ഈ 20 EMA മാത്രമായിട്ട് ക്ലബ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് RSI ആയിട്ട് ക്ലബ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവിങ് ആവറേജസ് വേറെ ഏതെങ്കിലും ആയിട്ട് ക്ലബ് ചെയ്യണോ, നിങ്ങൾക്ക് വോളിയം ആയിട്ട് ക്ലബ് ചെയ്യണോ, എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ള ഇത് പറഞ്ഞുതരാം. പക്ഷേ ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി മുൻകൂട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫൈനലി ഞാൻ പറയാണ്, CPR ഓർ പിവറ്റ്സ് ആർ ബിലീവ് ടു ബി യൂസ്ഡ് ബൈ ദ ബിഗ് പ്ലേയേഴ്സ്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് നമ്മൾ മെയിൻ അറിഞ്ഞിരിക്കാനുള്ള ഒരു പോയിന്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയും, നമ്മൾ സാധാരണക്കാരനാണെങ്കിലും ഷെയർ മാർക്കറ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കോടികളിട്ട് കളിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും വലിയ വലിയ ബിഗ് പ്ലേയേഴ്സ് ആയാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അവരെന്താണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അവർ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് CPR ഇൻഡിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ ഈ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളും അതേ ലെവലിൽ ചിന്തിക്കണം. ഓക്കെ, അത് നമുക്ക് CPRൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവാനുള്ള സാധ്യതയാണ്. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു സ്ലൈഡ് ഇടും, അതുപോലെ ഞാൻ ഈ സ്ലൈഡ് അങ്ങ് ഇടുന്നതേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് ക്ലബ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് എപ്പോഴും ഇടാറില്ലേ, അതുപോലെ കുറച്ച് പോയിന്റ്സ് ഇടുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അഡീഷണൽ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാനത് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഡിസിപ്ലിൻ ആയിരിക്കണം, അത് നിങ്ങൾ മസ്റ്റായിട്ട്. ഇനി ഏത് സ്ട്രാറ്റജി അല്ല ഇനി ദൈവം തമ്പുരാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാലും കാര്യങ്ങൾ ഡിസിപ്ലിൻ ആയിരിക്കാൻ, പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്ത് വേണം ട്രേഡിൽ എൻ്റർ ആവാൻ. മാർക്കറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇനി ഏത് വലിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാലും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. പ്രൈസ് ആക്ഷനും അതർ ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് ക്ലബ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ന്യൂസ് ഫ്ലോയും അല്ലെങ്കിൽ വലിയൊരു സ്പെഷ്യൽ ഇവന്റ് ഒരു ബഡ്ജറ്റ് ഡേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം ഒഴിവാക്കുക. ഓൾവേസ് ഗീവ് ഇമ്പോർട്ടൻറ്റ് ടു പിവറ്റ്സ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ഫോൾസ് ബ്രേക്ക്ഔട്ട്. അത് നമ്മൾ പറഞ്ഞു. എൻ്റർ മൾട്ടിപ്പിൾ ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ്, അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ട്രേഡുകളിൽ കയറുക. അതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അറിയാം. നിങ്ങൾ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ഈ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും CPRന്റെ കാര്യത്തിൽ നിങ്ങളോട് പറയില്ല. അതെന്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി സബ്ജക്റ്റീവ് വെയർ യു ഹാവ് ടു പുട്ട് യുവർ സ്റ്റോപ്പ് ലോസ്. Usually give importance to all pivots, previous day high and low. We will discuss my strategy in the future through a CPR series. This is just a beginning of the secret pivot. അപ്പോൾ അഡീഷണൽ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. സ്റ്റോപ്പ് ലോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി പറയില്ല. കാര്യം CPRൽ എവിടെ വെക്കണമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം അത് ഹൈലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് ക്ലബ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യുക്തിപരമായിട്ട് വെക്കാം. CPRൽ എല്ലാ പിവോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു 3 ലൈൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ള R1 R2 അതെല്ലാം ഈ ഡെയിലി പിവട്ട്, അതുപോലെ നമ്മുടെ വീക്ക്ലി പിവട്ട്, ഒരാഴ്ചത്തെ പിവട്ട്, മന്ത്ലി പിവട്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിന്റെ ആ ഒരു പ്രൈസിന്റെ മൂവ്മെന്റ് എവിടാണോ നിൽക്കുന്നത് അതിന്റെ അടുത്ത് നിൽക്കുന്ന പിവട്ട് ഏതാണ് അത് നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാം. അത് എന്താണോ മാർക്കറ്റിന്റെ അപ്പോഴത്തെ ഒരു മൂവ്മെന്റിന്റെ അവസ്ഥ അത് ജസ്റ്റ് മൂവിംഗ് ആവറേജ് ആയിട്ട് ക്ലബ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂവിംഗ് ആവറേജിൽ തന്നെ ഒരു ക്രോസ് ഓവർ, നമ്മൾ പറഞ്ഞ പോലെ ചെറിയ മൂവിംഗ് ആവറേജ് വലിയ മൂവിംഗ് ആവറേജിനെ കട്ട് ചെയ്ത് താഴോട്ട് വന്നു, ഇനി അങ്ങോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷനിൽ നിങ്ങൾക്ക് ഓക്കെ ഇനി നമ്മുടെ എൻട്രിയുടെ ഓപ്പോസിറ്റ് ആണ് മൂവ് ആവാൻ സാധ്യതയെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. CPRൽ എങ്ങനെയാണോ ഞാൻ സെറ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നന്നായിപ്പോൾ പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. അത് മുന്നോട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, ഞാൻ ഏത് തരത്തിലുള്ള പിവട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിവട്ടിൽ ഏത് പാറ്റേൺസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെ വന്നാൽ ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, എല്ലാം ഞാൻ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇനി പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സെൻട്രൽ പിവട്ട് റേഞ്ച് അഥവാ CPR എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജിയുടെ ഒരു തുടക്കം മാത്രമാണ്.
ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കാണാം. പക്ഷേ ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇനി ചാർട്ടിൽ പോയി ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണ്ടേ. ഇതിനെല്ലാം ഉപരി ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, ഓക്കെ CPR എങ്ങനെ യൂസ് ചെയ്യണം ഇതെല്ലാം പറഞ്ഞു തന്നു. എന്നാലും CPR കൊണ്ടൊരു മെയിനായിട്ടൊരു ഉപയോഗം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ 2 കാര്യങ്ങൾ ഞാനിനി പറയാനുണ്ട്. ഒന്ന്, ഇതെങ്ങനെയാണ് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുന്നത്, ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മളിത് സെർച്ച് ചെയ്ത് ഏത് ഇൻഡിക്കേറ്ററാണ് എടുക്കേണ്ടുള്ളത്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വൈറ്റ് CPR ആണെങ്കിൽ ഒരു ചോപ്പി മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആവാൻ സാധ്യതയുണ്ട്. നാരോ CPR ആണെങ്കിൽ അതൊരു ട്രെൻഡിങ് ഡേ ആവാൻ സാധ്യതയുണ്ട്. സോ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് എന്താണ്? ട്രെൻഡിങ് ഡേയ്സ് ആണ് വേണ്ടുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ട്രെൻഡിങ് ഡേ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ആദ്യത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങി, ഇന്നത്തെ ദിവസം തുടങ്ങി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 9:15 തുടങ്ങുന്നു, ഒരു 9:30 9:45 ആകുമ്പോൾ തന്നെ അന്ന് ട്രെൻഡിങ് ഡേ ഏതാണെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അല്ലേ. ഇതും കൂടെ നമുക്കൊന്ന് അറിയാം. അറിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടുള്ളത് ട്രേഡിംഗ് വ്യൂ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ. ഇവിടെ ഒരുപാട് ചാർട്ടിംഗ് ടെക്നിക്സും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ ഇതാ നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിൻ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ ഇഷ്ടമുള്ളവർക്ക് ഓരോരോ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരെ ഇൻഡിക്കേറ്റേഴ്സിൽ വരിക, CPR. ഈ CPR എന്ന് അടിക്കുമ്പോൾ ഇങ്ങനെ കുറേ CPR ടെക്നിക്ക്. അതിനകത്ത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഇതാണ്, CPR/KGS എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അതിലിപ്പോൾ ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്തെന്നറിയോ? ക്ലിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ ഓൾറെഡി ഇവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ മിക്സപ്പായിട്ട് വന്ന് നിൽക്കുകയാണ്. അത് ഒരുപാട് രീതിയിൽ നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഞാനിത് ഓൾറെഡി CPR ഇവിടെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ ഇനി ഒരെണ്ണത്തിൻ്റെ കാര്യമല്ല, ഇത് ഞാനങ്ങ് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കുന്ന എൻ്റെ CPRും കാര്യങ്ങളും ലെവലെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നു. ഇതിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ 3 ലൈൻ, ഈ കാണുന്ന 3 ലൈനില്ലേ, ഇതാണ് സെൻട്രൽ പിവട്ട് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് നടുക്ക് വരുന്നതാണ് സെൻട്രൽ പിവട്ട് റേഞ്ച് എന്ന് പറയുന്നത്. മുകളിലത്തത് ടോപ്പ് CPR, താഴത്തത് ബോട്ടം CPR. ഇത് 3ആണ് നമ്മൾ CPR എന്ന് പൊതുവെ പറയപ്പെടുന്നത്. അതിൻ്റെ മുകളിലോട്ട് വരുന്നതെല്ലാം R1 R2, താഴോട്ട് വരുന്നതെല്ലാം S1 S2. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ നേരത്തെ കണ്ടവണക്ക് കുറേ വരകൾ വരും CPR/KGS എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ മെയിൻ ചെയ്യേണ്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞതാ, ഈ ഇൻപുട്സിൽ വന്നിട്ട് ഷോ ഡെയിലി നിങ്ങൾ ടിക്ക് ഇടുക, ഷോ വീക്കിലി പിവട്ട് ടിക്ക് ഇടുക, ഷോ മന്ത്ലി പിവട്ട് നിങ്ങൾ ടിക്ക് ഇടുക. വേറെ ഒരു 2 കാര്യം കൂടെ നിങ്ങൾ ടിക്ക് ഇടാറുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഈ സ്റ്റൈൽ വന്നിട്ട് നിങ്ങൾ ഡെയിലി പിവട്ട്, ഡെയിലി BC, ഡെയിലി TC, ഡെയിലി R1 R2, ഡെയിലി S1 S2, ടുമാറോ പിവട്ട് കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് ടിക്കറ്റ് വെക്കുക. അതുപോലെ വീക്കിലി പിവട്ടിൻ്റെ ഈ ഒരെണ്ണം മാത്രം ടിക്കറ്റ് വെക്കുക, മന്ത്ലി പിവട്ടും ഒരെണ്ണം ടിക്കറ്റ് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെല്ലാം ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഓരോന്നിനും ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം, ഓരോന്നിനും ഇഷ്ടമുള്ള സ്റ്റൈൽസ് എടുക്കാം. അതെല്ലാം CPR വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇത്രയും കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ നാരോ CPR ആണെങ്കിൽ ഈ CPR നോക്കി വളരെ നാരോ ആണ്, പക്ഷേ അത് ട്രെൻഡിങ് ആവുമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് പടപടയെന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറി, എന്നിട്ട് ഒരു നിശ്ചിത പോയിന്റ് എത്തിയപ്പോൾ അത് കയറുന്നില്ല, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ലാസ്റ്റ് ദിവസം നടന്നൊരു സംഭവമാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾ അന്നത്തെ ദിവസം നിഫ്റ്റി ഒന്ന് എടുത്ത് നോക്കേ, രാവിലെ കയറിയിട്ട് അന്നത്തെ ദിവസം വൈറ്റ് CPR ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസൾട്ടേഷൻ ചെയ്യാറുള്ള, എന്നിട്ട് കൂടി നിഫ്റ്റി അത്രയും നമ്മുടെ FIAs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് 3500 കോടിയൊക്കെയാണ് സെല്ല് ചെയ്തത്. എന്നിട്ട് ഇത്രയും വീണിട്ടും, ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊതുവെയുള്ള മാർക്കറ്റ് ഇത്രയും വീണിട്ടും നാരോ CPR ആയതിൻ്റെ ഒരു ഒറ്റ കാരണത്താലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് പിടിച്ചു നിന്ന് നോക്കെ, ഈ പറയുന്ന എല്ലാം പിടിച്ചു നിന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്താ ഈ എസ്കോട്ടും അശോക് ലേലാൻഡും ഈ ഡാബറും ഇതൊക്കെ മാത്രം എടുക്കുന്നതെന്ന് അല്ലേ. ഇനി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിൽ തന്നെ മാർക്കറ്റിങ്ങിനായിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴാണല്ലോ ഇതെല്ലാം ഇങ്ങനെ ഇടിച്ചിടിച്ച് വരുന്നത്. അതെന്താ കാര്യം നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പലരും CPR പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ ഈ പിവട്സിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ നേരെ സെറ്റിങ്സിൽ വന്നിട്ടെ
നിങ്ങൾ ഈ പ്രീവിയസ് ഡേ ഹൈയും ഈ പ്രീവിയസ് ഡേ ലോയും കൂടെ നിങ്ങളൊന്ന് ഓപ്പൺ ആക്കിയിട്ടെ. നിങ്ങൾ നോക്കേ ഓരോ ലെവലിനെ എന്ത് ക്ലിയർ ആയിട്ട് അത് റെസ്പെക്ട് ചെയ്യുന്നെന്ന്. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം ഇതോ കണ്ടോ, നേരത്തെ നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ഇതാ ഈ റെസിസ്റ്റൻസ് ലെവൽ ക്രോസ് ആയല്ലോ, എന്നിട്ട് എന്താ ഇത് മാർക്കറ്റ് കയറാത്തതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ പ്രീവിയസ് ഡേ ഹൈയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ അവിടാണ്. നോക്കെ ഞാൻ അടുത്ത സ്റ്റോക്ക് എടുക്കുന്നു. നോക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അന്നത്തെ ദിവസം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് ഹൈലി അപ് ട്രെൻഡ് ആയിട്ട് മൂവ് ആവാത്തത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇതൊക്കെയാണ് ട്രേഡിംഗ് വ്യൂവിൽ ഇത്ര സിമ്പിൾ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോടെ, ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. ഞാനിപ്പോൾ സിംപ്ലി പറഞ്ഞതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നിങ്ങൾക്ക് CPR എങ്ങനെ ഇടാം എന്ന് ഞാൻ കാണിച്ചു തന്നെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നെയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ നമ്മൾ യൂഷ്വലി പറഞ്ഞ പോലെ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ട്രെൻഡിങ് ഡേ എങ്ങനെ രാവിലെ ഒരു 9:30 ആകുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചിന്തിച്ചല്ലേ. എപ്പോഴും പറയുന്നത് പോലെ ഇത് ഓരോരുത്തർ കണ്ടുപിടിച്ച് ഇതിനകത്ത് ചാർട്ടിങ്ങിൽ കണ്ടുപിടിച്ചിട്ടിട്ടുണ്ട്. ആ ഇട്ടേക്കുന്ന ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാരോ CPR ദിവസങ്ങൾ ഉള്ള ഡേയ്സ് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഈസി ആയിട്ട് ഒരു 9:30 9:45 ആകുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് എടുത്താൽ മതി. ഇനി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇത് വരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമ്മൾ എപ്പോഴത്തെയും പോലെ ഈ ഫ്യൂച്ചേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പോയി Nifty 50 ആക്കാൻ നിൽക്കേണ്ട. കാര്യം CPR ഹൈലി ഏത് തരത്തിലുള്ള സ്റ്റോക്കിനെ റെസ്പെക്ട് ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങളിത് Nifty 50 ഒന്നും ആക്കണ്ട, ഫ്യൂച്ചേഴ്സിൽ തന്നെ കിടന്നോട്ടെ. നേരെ റൺ സ്കാൻ അങ്ങോട്ട് കൊടുക്കുക. ഒരു 9:35 ആകുമ്പോൾ നിങ്ങൾ കൊടുത്തു. അപ്പോൾ ഇതുപോലെ കുറേ സോറി അപ്പോൾ ഇതുപോലെ കുറേ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എസ്കോട്ട്സ്, അശോക് ലേലാൻഡ്, ഡാബർ, ഗ്രാനുവൽസ്. അപ്പം നമ്മൾ നേരെ അന്നത്തെ ദിവസം ഒരു 9 9:15 ആകുമ്പോൾ അത് നമ്മൾ നേരെ വന്ന് ഇവിടെ സെർച്ച് ചെയ്യുക. നമ്മൾ ഡാബറിൽ അങ്ങോട്ട് നമ്മുടെ ഇവിടാണ് സ്റ്റോക്ക് സെർച്ച് ചെയ്യേണ്ടുള്ളത്. ഇവിടെ നമ്മൾ നേരെ ഇവിടെ വരിക. നിങ്ങൾ ജസ്റ്റ് എസ്കോട്ട്സ് ആണ്, ചുമ്മാ ഞാൻ ഒരു കമ്പനിയുടെ പേരടിച്ചതാണ്, അല്ലേ പോട്ടെ. നമുക്ക് നമ്മുടെ എപ്പോഴത്തെ കണക്ക് റിലയൻസ് തന്നെ അടിക്കുക. ആണ്ടേ റിലയൻസ് NSEയിലാണല്ലോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വന്നു, റിലയൻസ് ഇവിടെ വന്നു. സാധാരണ ഞാൻ ഓൾറെഡി ഇത് ഇട്ടേക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന സാധനം വരുന്നത്. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ചാർട്ട് വന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പം ഈ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കേ, ഇവിടെ നമുക്ക് സ്കാനേഴ്സ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ റൺ സ്കാൻ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് വരുന്ന സ്റ്റോക്ക് ഏതൊക്കെയാണോ ഇതെല്ലാം അന്നത്തെ ദിവസം നാരോ CPR ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എസ്കോട്ട്, അശോക് ലേലാൻഡ്, ഡാബർ ഇന്ത്യ, ഗ്രാനുവൽസ്, ഇതെല്ലാം ഞാൻ ഇവിടെ നോക്കേ അടിച്ചിട്ടുണ്ട്. എസ്കോട്ട്സ് അന്നത്തെ ദിവസം നിങ്ങൾ നോക്കേ നാരോ CPR ആണ്, വളരെ നാരോ CPR ആണ്. നോക്കേ 3 ലൈൻ അറിയാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് നാരോ ആണ്. നോക്കേ നാരോ CPR ആണ്. അപ്പോൾ നാരോ CPR എന്ന് പറയുന്ന കാര്യം വൈറ്റ് CPR എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. നിങ്ങൾ തലേന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ്ട് ഇത് എൻ്റെ ഈ നീല വരെ എന്ന് പറഞ്ഞാൽ എൻ്റെ മന്ത്ലി പിവട്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ഡാർക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വീക്ക്ലി പിവട്ട്. അപ്പോൾ നോക്കേ ഈ പ്രൈസൊക്കെ CPRനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. വൈറ്റ് CPR ആണെങ്കിൽ നോക്കേ ഇറങ്ങിപ്പോയതാണ്, ട്രെൻഡിങ് ആണെങ്കിൽ ഇറങ്ങിപ്പോയ സാധനമാണ്. അതേ കണക്ക് തിരിച്ചത് കയറി അതൊരു സൈഡ് ബേസ് മാർക്കറ്റ് ആയത് കണ്ടോ. അതൊക്കെയാണ് വൈറ്റ് CPR. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു തുടക്കം CPRനെ പറ്റി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഇത്രയും മനസ്സിലായപ്പോൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും CPR ഉപയോഗിച്ച് എടുക്കാമെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങുക. ഈ വീഡിയോ വളരെ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കായിരുന്നു. സോ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.